ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷു സ്റ്റോറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് എൻ്റെ മുത്തുമണീസിനുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ സൗണ്ടിൽ എൻ്റെ തന്നെ കൺട്രോൾ പോകുന്നു. അപ്പോൾ കേൾക്കുന്ന നിങ്ങളുടെ കൺട്രോളിൻ്റെ അവസ്ഥ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ കഥ എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് ടൂറിനെ കുറിച്ചാണ്. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും കോളേജിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും മറക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് നമ്മുടെ കോളേജ് ടൂറായിരിക്കും. അതായത് അവരുടെ ലൈഫിൽ, കോളേജ് ലൈഫിലെ എല്ലാ മക്കൾക്കും ഏറ്റവും താല്പര്യമുള്ള, ഏറ്റവും കഥകളെ കുറിച്ച് പറയുമ്പോൾ അവർ പ്രത്യേകം പറയുന്നത് കോളേജ് ടൂറിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് നേരെ കഥയിലൂടെ കിടക്കാം. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ സുഹൃത്തിൻ്റെ, അതായത് എൻ്റെ ചങ്ങായിയുടെ പേര് ഗൗരി എന്നായിരുന്നു. അപ്പോൾ കോളേജ് ടൂറ് ഞാൻ തലേന്ന് രാത്രിയൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ടൂറ് നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം ഉണ്ടാവത്തില്ല. അതുപോലെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അന്ന്. ഞാൻ രാവിലെ എഴുന്നേറ്റു. കുളിയൊന്നും എനിക്ക് പറഞ്ഞതല്ല, ചൂടുവെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുളിക്കത്തുള്ളൂ. രാവിലെ ഒരു 6 മണിക്കൊക്കെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കുളിക്കാൻ. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, കുളിയും നനയുന്നില്ലാണ്ട് ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. പല്ലൊക്കെ തേച്ച് നല്ല ചായയും നല്ല ബിസ്ക്കറ്റും മുക്കി അതൊക്കെ കഴിച്ച് വയറൊക്കെ നല്ല തൃപ്തിയായതിനു ശേഷം എൻ്റെ അച്ഛൻ എന്നെ കാറെടുത്ത് എൻ്റെ കോളേജിലോട്ട് എന്നെ കൊണ്ടുവിട്ടു. എൻ്റെ ട്രോളിയും ഒക്കെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 7:45 വണ്ടി എടുക്കാറ്, അതായത് ബസ് എടുക്കാറ്. അപ്പോൾ ഞാൻ കോളേജിൻ്റെ ബസ്സിലോട്ട് ഞാൻ 7:30 എത്തി. അങ്ങനെ എൻ്റെ സുഹൃത്തായ ഗൗരി, ഞാനായിരുന്നു വിൻഡോ സീറ്റിലുണ്ടായിരുന്നത്. എൻ്റെ സുഹൃത്ത് ഗൗരി എൻ്റെ തൊട്ടിപ്പുറവും. അങ്ങനെ പെട്ടെന്നായിരുന്നു ഞാനും ഗൗരിയും സംസാരിച്ചിരിക്കുന്ന ടൈം. അവൾക്കൊരു ചേട്ടനുള്ള കാര്യം എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാൻ അവനെ ഇതുവരെ നേരിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെ കോളേജിൽ തന്നെയായിരുന്നു അവനും. ഞാൻ വലിയ മൈൻഡൊന്നും, സാധാരണ നമ്മുടെ സുഹൃത്തിന്റെ ചേട്ടൻ എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് പിന്നെ വളരെ മോശമല്ലേ. അങ്ങനെ ഞാൻ വിൻഡോ സീറ്റിലെടുത്തിരിക്കുമ്പോൾ ആ വിൻഡോയിൽ നിന്ന്, അതായത് ഞാൻ ബസ്സിൽ വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന ടൈം, ബസ് നല്ല ഹൈറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഞാൻ ഇരിക്കുന്ന ടൈം എൻ്റെ ഇവിടെ ആരോ ഇങ്ങനെ ചെള്ളി. ഞാൻ ഗൗരിയോട് സംസാരിക്കുന്ന ആ സമയത്ത് മെല്ലെ ഒന്ന് തെരിഞ്ഞ് ഇങ്ങനെ താഴോട്ടേക്ക് നോക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ല ചുക്കും നല്ല ഒരു, എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പയ്യൻ എന്നെ വന്ന് ചില്ലി. ഞാനാണെങ്കിൽ ഒരു നിമിഷം അമ്പരന്നു. അവൻ്റെ കണ്ണിലോട്ട് തന്നെ ഞാൻ നോക്കി. മെല്ലെ അവൻ്റെ ലിപ്പിലോട്ട് ഞാൻ നോക്കി. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ, ആരാ അത്, ഗൗരി ഒന്ന് വിളിക്കോ എന്നവൻ പറഞ്ഞു. ഞാൻ ഡി ഗൗരി, നിന്നെയാ. അപ്പോൾ ഗൗരി എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തലയെട്ടി, ആ ചേട്ടാ എന്താ, വാ കയറി, ഇപ്പോൾ ബസ് ഇടും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാടി നിന്റെ? ഇതെൻ്റെ ചേട്ടനാ, ഞാൻ പറയുന്നില്ലേ അബിൻ, അതിവനാ. ഞാൻ പറഞ്ഞു, ഓ. അപ്പം തന്നെ എനിക്ക് ചിന്തിക്കാമായിരുന്നു, കാരണം ഗൗരി എന്നെ പോലെ തന്നെ നല്ല സുന്ദരിയായിരുന്നു. ഞാനും അവളും ടിൻസ് ആണെന്നാണ് എല്ലാവരും ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ എനിക്ക് അവൾക്കൊരു ഏട്ടനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ആ ഏട്ടൻ എങ്ങനെയുള്ള ഏട്ടനായിരിക്കും എന്നുള്ള കാര്യം. ഞാനാണെങ്കിൽ ഒന്നും അറിയാതെ മുടിയൊക്കെ 2 ഭാഗത്തും ശരിയൊക്കെ ആക്കി അടങ്ങി സ്റ്റാൻഡേർഡിൽ ഇരുന്നു. അപ്പോൾ ഞാനും ഗൗരി ഒരു സീറ്റിൽ, അതിൻ്റെ ഇപ്പുറം 3 സീറ്റായിരുന്നു. അവിടെ മുഴുവനും ആൺപിള്ളേരായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മുന്നിലോട്ട് തലവെച്ച് ഇങ്ങനെ ചെരിഞ്ഞ് അവനെ നോക്കി അവളെ നോക്കി സംസാരിച്ചു. അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് ഞാൻ മെല്ലെ അവനെയും നോക്കാൻ തുടങ്ങി. അങ്ങനെ ഗൗരി പറഞ്ഞു, ഡി നീ എന്താടി ഒരുമാതിരി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായി, നിനക്ക് പെട്ടെന്ന് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നീ പറ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് പാട്ടൊക്കെ നല്ല നല്ല റൊമാൻറ്റിക് സോങ് ഒക്കെ വെക്കാൻ തുടങ്ങി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ്. അങ്ങനെ സ്ഥലമൊക്കെ എത്തി. ഞാനാണെങ്കിൽ പൊക്കിളാണെങ്കിൽ ആ പൊക്കിളിന് ഇങ്ങനെയുള്ള ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായത്. എൻ്റെ പകുതി ഒക്കെ കാണും, പിന്നെ ഒരു നിക്കറും, അതൊക്കെ ഇട്ട് ഞാൻ ഈ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി. അങ്ങനെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അവനൊക്കെ മറന്നു. ഞാൻ ബസ്സിൽ മുഴുവൻ അവനായിരുന്നു ചിന്തിച്ചുകൊണ്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്ഥലവും കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്കിത് മറന്നു. അങ്ങനെ ഞാൻ
വെള്ളത്തിലോട്ടൊക്കെ കളിച്ചു. എൻ്റെ ഡ്രസ്സ് മുഴുവനും ഫുള്ളും ഒട്ടി നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൺപിള്ളേരെ കാണും, അതൊന്നും എനിക്കൊരു വിഷയമായിരുന്നില്ല. ആരും കണ്ടോട്ടെ, കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ കെട്ടിയൊരുങ്ങി വന്നത് എന്നുള്ള ചിന്തയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഈ കുളിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ അവിടുത്തെ വലിയ ഏറ്റവും ലോക സുന്ദരി എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് മുടിയൊക്കെ ശരിയാക്കി ഞാൻ നടന്നു പോകുമ്പോഴായിരുന്നു അവിടുന്ന് അവന് എൻ്റെ മുമ്പിലോട്ട് ഒന്ന് പാസ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ വീണ്ടും എൻ്റെ കിളികളൊക്കെ പറന്നു. അതായത് അവൻ്റെ ബോഡി എന്ന് പറയുന്നത് നല്ല ഹൈറ്റും നല്ല 6 പാക്കും നല്ല കാലൊക്കെയുള്ള ഒരു ബോഡിയാണെങ്കിൽ പറയണ്ട. വെള്ളമൊക്കെ നനഞ്ഞ് അവൻ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ തന്നെ എൻ്റെ പൊന്നളിയാ, ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ഇവനെ വിട്ടെങ്കിലും ഈ ഗൗരിയെ ഞാൻ ഒരിക്കലും വിടില്ല, ആയിരിക്കും ഇവളെ ഞാൻ സുഹൃത്താക്കാൻ കൊടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അന്ന് മുതൽ ഈ ഗൗരി എൻ്റെ മാത്രം സുഹൃത്തായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ടൂറൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ ബസ്സിലായിരുന്നു. അപ്പോൾ അവന് നല്ല ഒരു ചിരിയും തമാശയൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പയ്യനായിരുന്നു. പെൺകുട്ടികൾക്ക് പൊതുവെ അതുപോലുള്ള ആൺപിള്ളേരെയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഹെഡ്സെറ്റ് ഇട്ട് ബസ്സിലത്തെ പാട്ട് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് ഇട്ട് എൻ്റെതായ രീതിയിൽ പാട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു അവൻ എഴുന്നേറ്റ് വന്ന ഉടനെ എൻ്റെ സൈഡിലുണ്ടായിരുന്ന ഗൗരി ഉറങ്ങുമ്പോൾ അവള് വായ പൊളന്ന് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്തോട്ട് വന്നു. അവിടെയാണെങ്കിൽ ആ ബസ്സിൽ എല്ലാവരും കിടന്നുറങ്ങുകയായിരുന്നു. എൻ്റെ ഇപ്പുറം ഗൗരിയും. എൻ്റെ ആണെങ്കിൽ ആ തണുത്ത കാറ്റിൽ നെഞ്ഞി പെട്ടപ്പെടാ എന്ന് അടിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ വേഗം തന്നെ എൻ്റെ അടുത്ത് വന്ന് ടീ മിണ്ടല്ലേ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ കണ്ണിലോട്ട് നോക്കി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് മിണ്ടുമ്പോൾ അവൻ എൻ്റെ വായ പൊത്തിപ്പിടിച്ചു. നീ മിണ്ടില്ലേടി, ഞാൻ ഇവളുടെ ഒരു വീഡിയോ നടത്തോട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ കൺട്രോൾ മുഴുവനും പോവുകയാണ്. അവിടെയാണെങ്കിൽ ആ ബസ്സിൽ എല്ലാവരും കൂടെ ഉറങ്ങി. എനിക്കാണെങ്കിൽ ഇവനൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു കിസ്സൊക്കെ കൊടുക്കാൻ എനിക്ക് തോന്നി. പക്ഷെ എന്തായാലും പറ്റൂല എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ അവൻ എൻ്റെ വായ വെച്ച കൈ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോ എടുത്ത് തീരുന്നത് വരെ അവൻ എൻ്റെ വായിൽ കൈവച്ചു. അങ്ങനെ അവൻ വായിന്ന് കൈ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി. ഇതൊക്കെ കണ്ട ഉടനെ എൻ്റെ വന്നുറക്കം കൂടെ ട്രെയിൻ പിടിച്ച് മടങ്ങിപ്പോയതുപോലെ. എനിക്കിത് ആരോട് പറയണം എന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ വീണ്ടും വന്നിട്ട് അവൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന അവൻ്റെ സുഹൃത്തൊക്കെ വായി തുറന്ന് ഉറങ്ങുന്ന വീഡിയോസൊക്കെ എടുത്ത് അവൻ വീണ്ടും മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ കോളേജ് ടൂറൊക്കെ കഴിഞ്ഞു. ഞാൻ ഗൗരിയോട് എന്തൊക്കെയോ കഥ പറയുമ്പോൾ ഞാൻ ഗൗരിയോട് പറഞ്ഞു, ഡി നിന്റെ ചേട്ടൻ നല്ല രസമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ആടി എനിക്ക് ഒരു കാര്യം പറയാൻ മറന്നായി, എൻ്റെ ചേട്ടൻ നിന്നെ നല്ല രീതിയിൽ ലൈക്കായി. എന്താണെന്ന് വെച്ചാൽ രാത്രി എൻ്റെ വീഡിയോ എടുക്കുന്ന ടൈമിൽ നീ പേടിച്ചു എന്തൊക്കെയോ പറഞ്ഞ് അമ്മയും ചേട്ടനും ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പടച്ചോനെ ഇതെന്താണ് ഇങ്ങനെ എന്നും പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഗൗരി എനിക്ക് ഇത്രയും നല്ല ചേട്ടനുണ്ടെന്ന് ഞാൻ ഇന്നലെ ടൂറ് പോകുമ്പോഴാടി അറിഞ്ഞത്. അത് നിന്റെ ചേട്ടനായിരുന്നോ? എന്തായാലും ചേട്ടൻ പൊളിയാടി എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം അവളുടെ ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ അവളെയും കാട്ടി ഒരുങ്ങിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവളുടെ ബർത്ത്ഡേ പാർട്ടി എൻജോയ് ചെയ്യണം എന്നൊന്നല്ലായിരുന്നു. അവളുടെ ബർത്ത്ഡേ പാർട്ടി രാത്രിയായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ആശയാണ് അവനൊന്ന് തൊടണം എന്നുള്ളത്. അതായത് ഞാൻ അതിനു വേണ്ടി മുൻകൂട്ടി നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അവളുടെ വീട്ടിലോട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ അവളുടെ വീട്ടിലോട്ട് പോകുമ്പോഴേക്കും അവളോട് കഥ പറയുമ്പോൾ തന്നെ ഞാൻ ചുറ്റുഭാഗത്ത് എല്ലായിടത്തും നോക്കുകയാണ്. ഇവനെ കാണുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഗൗരിയോട് ചോദിച്ചു, ആടി പറയും പോലെ നിന്റെ ഏട്ടൻ എവിടെ? അപ്പോൾ അവൾ പറഞ്ഞു, അവന് എൻ്റെ ബർത്ത്ഡേക്ക് കുറച്ചും കൂടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. നീ പിന്നെ എൻ്റെ സുഹൃത്തായത് കൊണ്ട്, നീ എൻ്റെ കരളായത് കൊണ്ട് നീ നേരത്തെ വന്നു എന്നൊക്കെ നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കായിരുന്നു അവൻ കാറ് ഹോൺ അടിക്കുന്നത്. അങ്ങനെ അപ്പം തന്നെ അവളുടെ അമ്മയും അവളുടെ കുറച്ച് പേരൊക്കെ അവൻ്റെ അടുത്തോട്ട് പോയി സാധനങ്ങളൊക്കെ അവൻ വാങ്ങി. അവന് വണ്ടി പാർക്കിങ്ങിൻ്റെ ഏരിയയിലോട്ട് വെച്ച് അവൻ വീണ്ടും ഉള്ളിലോട്ടേക്ക് വരുന്നു.
ഞാൻ വിചാരിച്ചതിനെക്കാട്ടി 10 ഇരട്ടി എനിക്ക് ടെൻഷനായിരുന്നു. എനിക്ക് ഇവനെ വളർത്താൻ പറ്റുമോ? എൻ്റെ മനസ്സിൽ ഇവനല്ലാതെ വേറെ ആരും കയറി പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇവനെ. ഇവനൊന്നും എനിക്ക് കെട്ടിപ്പിടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവൻ്റെ ബോഡിയും അവൻ്റെ പേഴ്സണാലിറ്റിയും അവൻ്റെ ചിരിയും അവൻ്റെ തമാശയും ഒക്കെ തന്നെ ഞാൻ കണ്ട് മെൽട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2, ആ ബർത്ത്ഡേ പാർട്ടിയിൽ എന്തൊക്കെ സംഭവിച്ചു? ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവുമോ? നിങ്ങൾ എന്താണ് പറയുന്നത്? അടുത്ത പാർട്ട് 2 ഇതിൻ്റെ ബാക്കി കഥ എങ്ങനെ വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അവനെ കെട്ടിപ്പിടിച്ചു, അന്ന് അവിടെ റൂം എടുത്തു സെറ്റ്, അതുപോലുള്ള എന്ത് കഥകളാണ് നിങ്ങൾക്ക് ഈ പാർട്ട് 2 അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഈ നമ്പർ എന്തിനാണ് കൊടുത്തത് എന്ന് എല്ലാവരുടെ ഡൗട്ട് ഉണ്ടാവും. അതെന്ന് പറയുന്നത് വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. 500 രൂപയാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പൈസ അടച്ച ഉടനെ നിങ്ങളെ ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് വീഡിയോസ്, ഫോട്ടോസ്, വീഡിയോ കോള്, റിയൽ മീറ്റിൻ്റെ കാര്യം 500-ലല്ല, അതിന് എക്സ്ട്രാ കൊടുക്കേണ്ടതാണ്. ബാക്കിയൊക്കെ ഫ്രീ ആണ്, 1 കൊല്ലത്തേക്കാണ്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും വീഡിയോ കോൾ ഉണ്ടാവും. എല്ലാ ഞായറാഴ്ച കഥകളും ഇടുന്നതായിരിക്കും. വീഡിയോസും ഫോട്ടോസും ചാറ്റിങ്ങും ഡെയിലി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ നിങ്ങളെ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ കഥയുടെ പാർട്ട് 2 എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കമൻറ്റിൽ എനിക്ക് അറിയിക്കുക. ഞാൻ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.